ഹായ് നമസ്കാരം. ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഏതെങ്കിലും ഒന്ന് മത്സര പരീക്ഷയ്ക്ക് തീർച്ചയായും ചോദിക്കും. ഷുവറാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട്. ഭൂമിയിലെ ഏറ്റവും സജീവ അഗ്നിപർവ്വതമായി കണക്കാക്കപ്പെടുന്ന കിലോയ ഏത് ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഹവായ് ദ്വീപ്. ഹവായ് ദ്വീപിലാണ് ഭൂമിയിലെ ഏറ്റവും സജീവ അഗ്നിപർവ്വതമായി കണക്കാക്കപ്പെടുന്ന കിലോയ സ്ഥിതി ചെയ്യുന്നത്. കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണത്തിനുള്ള പാത അറിയപ്പെടുന്നത്? ഉത്തരം പിങ്ക് ലൈൻ. പിങ്ക് ലൈൻ എന്നാണ് കൊച്ചി മെട്രോ രണ്ടാംഘട്ട നിർമ്മാണത്തിനുള്ള പാത അറിയപ്പെടുന്നത്. പഠനനിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി? ഉത്തരം വീട്ടുമുറ്റത്തെ വിദ്യാലയം. വീട്ടുമുറ്റത്തെ വിദ്യാലയം പദ്ധതിയാണ് പഠനനിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിൽ എത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി. 2024 ഏപ്രിൽ 1 ഏത് ബാങ്കാണ് 90-ാം വർഷം ആഘോഷിച്ചത്? ഉത്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 2024 ഏപ്രിൽ 1 90-ാം വർഷം ആഘോഷിച്ചത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? ഉത്തരം എസ് മണികുമാർ. എസ് മണികുമാറാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. ഈജിപ്തിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തതാർ? ഉത്തരം അബ്ദുൾ ഫത്താഹ് അൽ-സിസി. അബ്ദുൾ ഫത്താഹ് അൽ-സിസിയാണ് ഈജിപ്തിന്റെ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത ഏതാണ്? ഉത്തരം NH44. NH44 ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ പാത. ആയുധ സംവിധാനങ്ങൾക്കായുള്ള DRDOയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെ? ഉത്തരം പശ്ചിമബംഗാൾ. പശ്ചിമ ബംഗാളിലാണ് ആയുധ സംവിധാനങ്ങൾക്കായുള്ള DRDOയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത്. മച്ചിലിപ്പട്ടണം തുറമുഖം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് മച്ചിലിപ്പട്ടണം തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. 7 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെടുത്ത പാലക്കാട്ടെ പ്രശസ്ത ക്ഷേത്രം? ഉത്തരം ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രം. പാലക്കാട്ടുള്ള ചിറ്റടി ശ്രീ മണ്ണൂർ ക്ഷേത്രത്തിലാണ് 7 നൂറ്റാണ്ടിലധികം പഴക്കമുള്ള വട്ടെഴുത്ത് ലിഖിതം കണ്ടെടുത്തത്. 2024 ലോകാരോഗ്യ ദിനത്തിന്റെ തീം എന്തായിരുന്നു? ഉത്തരം എന്റെ ആരോഗ്യം എന്റെ അവകാശം. എന്റെ ആരോഗ്യം എന്റെ അവകാശം എന്നതാണ് 2024 ലോകാരോഗ്യ ദിനത്തിന്റെ തീം. 2024 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന ഏതാണ്? ഉത്തരം നാറ്റോ. നാറ്റോയാണ് 2024 75 വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന. കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്ന സ്റ്റേഷനുകൾ ഏതാണ്? ഉത്തരം എറണാകുളം ടു ബാംഗ്ലൂർ. എറണാകുളം ടു ബാംഗ്ലൂരാണ് കേരളത്തിലെ മൂന്നാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഓടുന്ന സ്റ്റേഷനുകൾ. നേപ്പാളി സൈന്യം ഏത് കൊടുമുടിയിൽ നിന്ന് മാലിന്യം ശേഖരിക്കാനാണ് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്? ഉത്തരം എവറസ്റ്റ് കൊടുമുടി. എവറസ്റ്റ് കൊടുമുടിയിൽ നിന്ന് മാലിന്യം ശേഖരിക്കാനാണ് നേപ്പാളി സൈന്യം ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നത്.